ആ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കൊരു ഭവനം തന്നെ അമ്മയെന്നാണ്. വീടില്ലാത്തൊരു 5-6 വർഷമായിട്ട് ഞാൻ വാടകയ്ക്കായിരുന്നു. അന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥനയായിരുന്നു വീട് വേണം എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. ആ ഭവനം അമ്മ സാധിച്ചു തന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. അതിലൊരു പെര പണിയാൻ സാധിച്ചു. കട്ടിലെ ഉപ്പിനും മറ്റെല്ലാ ജോലിക്കും ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അലച്ചിലുമില്ലാണ്ട് ഭവനം തീർക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് വീടിൻ്റെ പണി കഴിഞ്ഞ് പെരവാസവും കഴിഞ്ഞ് 3-ാം ദിവസം ഞങ്ങളെല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു സിൽവർ സ്ക്വയർ പ്രത്യക്ഷപ്പെടാണ്. അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് വന്നു. എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. അതെനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും അമ്മയോടും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുഗന്ധ അഭിഷേകം കിട്ടിയതായി മനസ്സിലായത്. അത് കഴിഞ്ഞ് പല അനുഭവം ഉണ്ടായി. ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഒരു ടെമ്പോയിലാണ്. അപ്പോൾ അടുത്ത ഉടമ്പടിയിൽ എഴുതിയത് എനിക്കൊരു കാറ് വാങ്ങിത്തരാമോ അമ്മേ എന്ന് ഞാൻ ചോദിച്ചു. 2 മാസത്തിനുള്ളിൽ എനിക്കൊരു കാറ് കിട്ടി. അതിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങൾ ഓരോ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുക, ഓരോ വീടുകളിൽ എത്തിക്കുക, ഓരോ സ്ഥാപനങ്ങളിൽ എത്തിക്കുക. പിന്നെ രോഗികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ. അവർ സ്വീകരിച്ചത് കഴിച്ച് സന്തോഷത്തോടെ ഒരു ചിരി അവർ നമുക്ക് തരുമ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും. എല്ലാം മുറ പോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം പോലും കുർബാനയ്ക്ക് പോകാതിരുന്നിട്ടില്ല. എനിക്ക് ഒരു ദിവസം പോലും എന്തെങ്കിലും പോകാതിരുന്നാൽ മനസ്സിന് ഭയങ്കര വിഷമം. അന്ന് യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന്